ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ IT പാഠപുസ്തകത്തിലെ 8ാമത്തെ അധ്യായമായ അവതരണത്തിൻ്റെ അനിതര സാധ്യതകൾ എന്ന പാഠഭാഗത്തുള്ള തിയറി ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിക്കുക. അപ്പം നമുക്ക് നോക്കാം. ലിബർ ഓഫീസ് ഇംപ്രസിൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവതരണത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് വെരി ഷോർട്ട് ആൻസറിൽ ചോദിക്കുന്ന ചോദ്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ടെക്സ്റ്റ്, ഇമേജുകൾ, ഓഡിയോ അഥവാ വീഡിയോ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ആശയങ്ങളുടെ ചിട്ടയായ അവതരണം, സങ്കീർണമായ വിവരങ്ങൾ ലളിതമായി അവതരിപ്പിക്കൽ, വിനിമയ രീതിയിലെ വൈവിധ്യം. ഏതെങ്കിലും 2 ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാണികളുടെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലായിരിക്കണം ഓരോ സ്ലൈഡിൻ്റെയും രൂപകൽപ്പന. അതിന് എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് നമ്മൾ സ്ലൈഡിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, വിഷയത്തെ ആസ്പദമാക്കി പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്താനുള്ള വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കണം. അടുത്ത ഇതും പ്രധാനപ്പെട്ടതാണ്. ഇംപ്രസ്സിൽ എങ്ങനെയാണ് ചിത്രം ഉൾപ്പെടുത്തേണ്ടത് എന്നതാണ്. ഇതും വെരി ഷോർട്ട് ആൻസറിൽ ചോദ്യം തന്നെയായിരിക്കും. ഒരുപക്ഷെ മൾട്ടിപ്പിൾസ് ചോയ്സിലും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടൂൾ ബാറിലെ ഇൻസേർട്ട് ഇമേജ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചിത്രം ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മെനു ബാറിലെ ഇൻസേർട്ട് ഇമേജ് എന്ന രീതിയിലും നമുക്ക് ചിത്രം ഉൾപ്പെടുത്താം. 2 രീതിയിൽ ചിത്രം ഉൾപ്പെടുത്താം. ഇൻസേർട്ട് ഇമേജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തും അതുപോലെ തന്നെ ഇൻസേർട്ട് ഇമേജ് എന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ചിത്രം ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്തത് സ്ലൈഡിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നത്. ടൂൾ ബാറിലെ എ എന്ന ടൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കാം. അനിമേഷൻ നൽകേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈഡ് ബാറിലെ അനിമേഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാറ്റഗറിയിലെ ഇഫക്റ്റ് എന്നിവ ക്രമീകരിച്ച് യോജിച്ച ഒരു അനിമേഷൻ നൽകാൻ സാധിക്കും. ഇത് രണ്ടും ശ്രദ്ധിക്കുക. ഇതും പ്രധാനപ്പെട്ടതാണ്. മാസ്റ്റർ സ്ലൈഡുകൾ നിർമ്മിക്കുന്നതിന് പുതിയൊരു സ്ലൈഡ് ഉൾപ്പെടുത്തുക. ടൈറ്റിൽ കണ്ടൻറ്റ് എന്ന ലേഔട്ട് തിരഞ്ഞെടുക്കുക. സൈഡ് ബാർ സെറ്റിംഗ്സിൽ നിന്ന് പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുത്താൽ ലഭിക്കുന്ന സ്ലൈഡ് പ്രോപ്പർട്ടിയിലെ മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതും പ്രധാനപ്പെട്ടതാണ്. രൂപങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ രൂപങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്ന് റെക്റ്റാങ്കിൾ ഷേപ്പ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇൻസേർട്ടിൽ ഷേപ്പ് എന്ന ക്രമത്തിലും രൂപങ്ങൾ ഉൾപ്പെടുത്താം. ഇതും പ്രധാനപ്പെട്ടതാണ്. സ്ലൈഡ് നമ്പർ ഉൾപ്പെടുത്താം. മാസ്റ്റർ സ്ലൈഡിൽ സ്ലൈഡ് നമ്പർ ചേർക്കുന്നതിലൂടെ എല്ലാ സ്ലൈഡുകൾക്കും തുടർച്ചയായ നമ്പർ ലഭിക്കും എന്ന് മനസ്സിലാക്കുക. ഇതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. മാസ്റ്റർ സ്ലൈഡിൽ സ്ലൈഡ് നമ്പർ ചേർക്കുന്നതിലൂടെ എല്ലാ സ്ലൈഡുകൾക്കും തുടർച്ചയായ നമ്പർ ലഭിക്കുന്നു. സ്ലൈഡ് നമ്പർ ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇൻസേർട്ട് മെനുവിൽ നിന്ന്, അതായത് മെനു ബാറിലെ ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫീൽഡ് സ്ലൈഡ് നമ്പർ സങ്കേതം തിരഞ്ഞെടുത്ത് യോജിച്ചെടുത്ത് ഉൾപ്പെടുത്തുക. ഇൻസേർട്ടിൽ സ്ലൈഡ് നമ്പർ. പിന്നെ മാസ്റ്റർ സ്ലൈഡിൻ്റെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞാൽ ക്ലോസ് മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്തും എഡിറ്റിംഗ് ഓഫ് ചെയ്യാം. സ്ലൈഡിലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ടെക്സ്റ്റ് ഫ്രെയിം സെലക്ട് ആണെങ്കിൽ ക്ലോസ് മാസ്റ്റർ വ്യൂ കാണാനാകില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ വന്നാൽ സ്ലൈഡിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതും പ്രധാനപ്പെട്ടതാണ്. സ്ലൈഡുകളിൽ മാസ്റ്റർ സ്ലൈഡ് ഡിസൈൻ പ്രയോഗിക്കുന്നതിന് ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. സ്ലൈഡ് പാനൽ റൈറ്റ് ക്ലിക്ക് ചെയ്തും പുതിയ സ്ലൈഡ് ചേർക്കാം. സ്ലൈഡ്
ചേഞ്ച് സ്ലൈഡ് മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ജാലകത്തിൽ നാം തയ്യാറാക്കിയ മാസ്റ്റർ സ്ലൈഡുകൾ ദൃശ്യമാകും. അതുപോലെ തന്നെ സ്ലൈഡ് പ്രോപ്പർട്ടീസിലുള്ള മാസ്റ്റർ സ്ലൈഡിനു നേരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടവയിൽ നിന്ന് ആവശ്യമായത് ക്ലിക്ക് ചെയ്തും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതും വായിച്ച് മനസ്സിലാക്കുക. ബുള്ളറ്റ് ലിസ്റ്റ് സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രധാന ആശയങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നും മനസ്സിലാക്കുക. ഇത് പ്രസൻറ്റേഷനിൽ ആവശ്യമായ ഗ്രാഫ് ഉൾപ്പെടുത്തുന്നതാണ്. ചാർട്ടിലെ ഉള്ളടക്കം ഇൻഫോഗ്രാഫിക്സായി സ്ലൈഡിൽ ചേർത്തപ്പോൾ കാണുന്ന ദൃശ്യമാണിത്. ഇൻഫോഗ്രാഫിക്സ് ഇതും പ്രധാനപ്പെട്ടതാണ്. ഇൻഫോഗ്രാഫിക്സ് സങ്കേതങ്ങൾ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ, ലിബർ ഓഫീസ് ഡ്രോ എന്നിവ ഉപയോഗപ്പെടുത്തി ഇൻഫോഗ്രാഫിക്സ് തയ്യാറാക്കാൻ സാധിക്കും. ഇതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇതും പ്രധാനപ്പെട്ടതാണ്. ഇൻഫർമേഷൻ ഗ്രാഫിക്സ് എന്നതിൻ്റെ ഹ്രസ്വരൂപമാണ് ഇൻഫോഗ്രാഫിക്സ്. ഇൻഫർമേഷൻ ഗ്രാഫിക്സ് എന്നതിൻ്റെ ഹ്രസ്വരൂപമാണ് ഇൻഫോഗ്രാഫിക്സ്. അല്ലെങ്കിൽ ഇൻഫോഗ്രാഫിക്സ് ഏതിൻ്റെ ഹ്രസ്വരൂപമാണ് എന്ന് ചോദിച്ചാലും ആൻസർ എന്താ? ഇൻഫർമേഷൻ ഗ്രാഫിക്സ് ആണെന്ന് മനസ്സിലാക്കുക. അത് തിരിച്ചും മറിച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻഫർമേഷൻ ഗ്രാഫിക്സ് എന്നതിൻ്റെ ഹ്രസ്വരൂപമാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് മനസ്സിലാക്കുക. പ്രാക്ടിക്കലിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കാം. അത് ഗ്യാലറിയിൽ നിന്ന് ഡയഗ്രാംസിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. അടുത്തത് മക്കളോടുള്ള ചോദ്യമാണ്. ഉള്ളടക്കമുള്ള ഒരു സ്ലൈഡിലേക്ക് ഒരു മാസ്റ്റർ സ്ലൈഡ് ഡിസൈൻ ഉൾപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇതിൻ്റെ ആൻസർ മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, മാസ്റ്റർ സ്ലൈഡുകളുടെ ഉപയോഗത്തിലൂടെ നിർവചിക്കാൻ സാധിക്കാത്ത ഒരു സ്ലൈഡിൻ്റെ പ്രത്യേകതകൾ ഏതാണ്? അതും മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, മാസ്റ്റർ സ്ലൈഡുകളുടെ പ്രധാന ഉപയോഗം താഴെ നൽകിയവയിൽ ഏതാണ്? ഇതും മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. മക്കളെല്ലാവരും നന്നായി പഠിച്ചതിന് എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.